എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഒരു മാറ്റം നമുക്കുണ്ടായിക്കൂടാ? എനിക്കറിയാം ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കൂട്ടായി പ്രവർത്തിച്ചാലേ നടക്കൂ. ഇപ്പോൾ ഇവിടെ ഈ വേദിയിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ജീവനക്കാരൊക്കെ ഏത് കാലഘട്ടത്തിൽ അവരെയൊക്കെ നിയമിച്ചു എന്നും അവരുടെയൊക്കെ ആഭിമുഖ്യം ആരോടാണെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷേ എല്ലാവരും ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, ഈ സിസ്റ്റത്തിനോട് സഹകരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് അടിവരയിട്ട് പറയാൻ ഈ സന്ദർഭത്തിൽ ഇതിനെ ഒരു അനാരോഗ്യ വകുപ്പാക്കരുത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ കഴിയൂ. ഇപ്പം തന്നെ ഞാനൊരു മന്ത്രിയായപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ആഗ്രഹം മെഡിക്കൽ കോളേജുകളിലൊക്കെ നിലത്ത് കിടക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. അത് ഞാൻ പറഞ്ഞപ്പോൾ ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഒന്നും നടക്കില്ല, സന്യാസം സ്വീകരിക്കേണ്ടി വരും. ഞാൻ സാധാരണ നോക്കാറില്ല. പക്ഷേ അത് കണ്ട ചിലർ എന്നോട് പറഞ്ഞു, ഈ സർക്കാർ ആശുപത്രികളിലെ രോഗികളുടെ എണ്ണം കുറച്ച് ഇവരൊക്കെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിടാനുള്ളൊരു പദ്ധതിയാണോ ഇതിൻ്റെ പിന്നിൽ എന്ന് ചില കുരുപൊട്ടിയ ചില ആൾക്കാർക്ക് ചില സംശയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. മെഡിക്കൽ കോളേജിൽ ഇത്രയേറെ രോഗികൾ ഇങ്ങനെ തള്ളിക്കയറാൻ കാരണം പ്രൈമറി ആശുപത്രികളിലും മറ്റൊക്കെയുള്ള സൗകര്യക്കുറവാണ് ഒരു പ്രധാന കാരണം. അതുകൊണ്ടാണ് തലവേദന വന്നാലും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നൊരു സമ്പ്രദായം. ശ്രീ വക്കം പുരുഷോത്തമൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ ആശുപത്രി ഒരു റെഫറൽ ആശുപത്രിയാക്കി മാറ്റിയത്. അന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും പഴയപടിയാവുകയുണ്ടായി. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചെന്നപ്പോൾ ഞാൻ കൊട്ടിയൂരമ്പലത്തിൻ്റെ ഒരു ദേവസ്ഥൻ്റെ പരിപാടിക്കാണ് പോയതെങ്കിലും അവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ എന്നെ വന്ന് കണ്ടു കോഴിക്കോട്. അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ ആശുപത്രി ഏതാണ്ട് മുറിവിന് മരുന്ന് വെച്ച് കെട്ടൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാം നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകും. ഇതിനു പുറമെ മറ്റ് ചില തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ വേണ്ടത്ര സജ്ജീകരണങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ നിന്നും രോഗികൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരും. അപ്പോൾ അവിടെ ഈ നിലത്ത് കിടത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ആശുപത്രികളൊക്കെ നേരെയാക്കിയാലേ രോഗികളുടെ എണ്ണം കുറയും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ വെറുതെ സിസ്റ്റത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സിസ്റ്റം മാറ്റാനാണല്ലോ തലപ്പത്ത് നമ്മളൊക്കെ ഇരിക്കുന്നത്. അതായത് ഇത് മുഴുവൻ സിസ്റ്റം തകരാറാണ്, ഈ ജന്മം നേരെയാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ മന്ത്രിയുടെ ആവശ്യം എന്താ? ഗവൺമെൻറ്റിൻ്റെ ആവശ്യം എന്താ? ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യം എന്താ? അപ്പം നമ്മൾ സിസ്റ്റത്തിനെ നേരെയാക്കണം. പിന്നെ നിങ്ങൾക്കറിയാം, ആരോഗ്യവകുപ്പെന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പ് എന്ന് മാത്രമല്ല, ചുറ്റും കണ്ണുകളുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യാൻ. ഇപ്പോൾ ഓരോ ദിവസം ഞാൻ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയാം, അവിടെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടല്ലോ, ഞാൻ അറിയുന്നതിന് മുമ്പ് ഞാനിലേറെ അറിയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇപ്പോൾ ഡോക്ടർമാരാരും ദൈവദൂതന്മാരൊന്നുമല്ല. പക്ഷെ അതേ സമയത്ത് ഒരു ഡോക്ടറെ ഭാഗത്ത് ഒരു സന്തോഷകരമായ ഒരു സമീപനം ഉണ്ടെങ്കിൽ രോഗിയുടെ രോഗത്തിന് ഒരു പകുതിയെങ്കിലും പരിഹാരം ഉണ്ടാവും, പകുതി അദ്ദേഹത്തിൻ്റെ ആശ്വാസം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു അവസരം ഡോക്ടർമാർക്ക് നാം ഉണ്ടാക്കി കൊടുക്കണം. കാരണം വേണ്ടത്ര ഡോക്ടർമാരില്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു ദിവസം എത്ര പേരെ നോക്കാൻ കഴിയും? സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പോൾ അവരും മനുഷ്യരാണല്ലോ, അവർക്കും കുറേ മാനസിക പ്രയാസം ഉണ്ടാവും. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു ദിവസം ഒരു 2 മണിക്കൂറൊക്കെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കും തലവേദന വരും. അപ്പോൾ പിന്നെ ഡോക്ടർമാർ രോഗം ചികിത്സിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഡോക്ടർമാരാണെങ്കിൽ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നവരാണ്. അപ്പം അങ്ങനെ ഇതിന് പല ഒരു ചെയ്യനാണ് ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അതിലേതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു തകരാറുണ്ടായാൽ അത് ഈ സിസ്റ്റത്തിനെ മുഴുവൻ ബാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ തുടക്കം എന്ന് പറയുന്നത് എല്ലാ ശുചീകരണ ജീവനക്കാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നന്നായി ഈ ജോലി ചെയ്താൽ
തീർച്ചയായിട്ടും ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളാണ് ഇതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ജീവനാഡി എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളികൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും വകുപ്പിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സിസ്റ്റത്തിനോട് എല്ലാവരും സഹകരിച്ചാൽ നമുക്കൊരു കുടുംബമായി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത്, ഇനി നമുക്ക് അടുത്ത ലക്ഷ്യം, ഒന്നിപ്പോൾ ശുചീകരണമാണെങ്കിൽ അടുത്ത നമ്മുടെ ലക്ഷ്യം നിലത്ത് രോഗികൾ കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പക്ഷേ കുറച്ച് വർക്കും കൂടെ പൂർത്തിയാവാനുണ്ട്. അധ്യക്ഷൻ പറഞ്ഞ പോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് വേണ്ടത്ര സജ്ജീകരണങ്ങൾ നൽകി ഒരുക്കിയാൽ മാത്രമേ ഇവിടേക്ക് വരുന്ന തിരക്ക് ഒഴിവാകുകയുള്ളൂ.